ഈ സിനിമ കണ്ടപ്പോൾ ഇതൊരു സിനിമ തന്നെയാണോ അതോ ഒരു സീരീസ് ആയിട്ട് വല്ലതും ചെയ്തു തുടങ്ങിയിട്ട് പിന്നെ സിനിമയാക്കി മാറ്റിയതാണോ എന്ന് സംശയം തോന്നി. നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഹോമി അഡ്ജാനിയ സംവിധാനം ചെയ്ത മർഡർ മുബാറക് എന്ന ഹിന്ദി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് കുറെ സമ്പന്നർ സന്നിഹിതരായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാൾ കൊല്ലപ്പെടുക, അത് അന്വേഷിക്കാനായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെത്തുക. അഗത ക്രിസ്റ്റിയുടെ ഒരു സ്ഥിരം ഫേമസ് സ്റ്റൈലായിരുന്നു ഇത്. അതുപോലെ നൈവ്സ് ഔട്ട് പോലെയുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത്രയും സിനിമ എന്ന കല തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഈ ഒരു സ്റ്റൈലിലുള്ള നിരവധി മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേക്കുള്ള ഏറ്റവും പുതിയ അഡീഷനാണ് മർഡർ മുബാറക്. അനുജ ചൗഹാന്റെ ക്ലബ് യു ടു ഡെത്ത് എന്ന നോവലിനെ ആധാരമാക്കി ഒരുക്കിയ തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരു എലീറ്റ് ലക്ഷറി ക്ലബായ റോയൽ ഡൽഹി ക്ലബിലെ ഒരു ജിം ട്രെയിനർ കൊല്ലപ്പെടുന്നതും അതിന്റെ അന്വേഷണവുമാണ് സിനിമയുടെ പ്ലോട്ട്. എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും പണക്കാർ ഒത്തുകൂടിയ ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം ഇവർക്ക് ഇത് തന്നെയാണോ സ്ഥിരം പരിപാടി? നമ്മുടെ മലയാളത്തിൽ വരെ അതിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ 12th മാൻ. പക്ഷേ ആ സമ്പന്നരെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ് പടത്തിന്റെ പോസിറ്റീവായിട്ട് തോന്നിയത്. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവരാണെങ്കിലും ചുറ്റുപാടുകളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത മണ്ടന്മാർ. എല്ലാ ബംഗാളികളും കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റുമാണെന്ന് പറയുന്നത്. അതുപോലെ രാജപരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ഒരാള് ബ്ലൂ കോളർ സ്റ്റാഫ്സിനെല്ലാം 20 രൂപ വെച്ച് ടിപ്പ് കൊടുത്ത് എന്തോ വലിയ ഔദാര്യം ചെയ്തതായിട്ട് ഭാവിക്കുന്നത്. ക്ലബിന് പുറത്ത് മഴ പെയ്യുമ്പോൾ ഒരു പണക്കാരിയായിട്ടുള്ള ക്ലബിലെ ഒരു മെമ്പർ പാവപ്പെട്ട കൃഷിക്കാരനെ എന്ത് ചെയ്യും എന്ന് കപട സങ്കടത്തോടെ പറയുന്നത്. ഇങ്ങനെ ആ ക്ലബിലേക്ക് ഒരു ലക്ഷറി കാറിൽ വന്നിട്ട് വൈനൊക്കെ കുടിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ കുറിച്ച് അനുതാപകരമായിട്ട് സംസാരിക്കുന്ന ആ ഒരു അപ്പർ ക്ലാസ് മണ്ടത്തരം, അത്തരത്തിലുള്ള സീനുകൾ വളരെ നർമ്മം നിറഞ്ഞതായിരുന്നു. ആ ഒരു ആക്ഷേപഹാസ്യ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. തനിക്ക് പറയാനുള്ളതൊക്കെ കൂടെയുള്ള പദം കുമാറിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു കഥ പോലെ പറയുന്ന DCP. പണ്ടൊക്കെ ചില മാസികകളിലൊക്കെ ഇങ്ങനെ കത്തുകൾ വരുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. എനിക്കല്ല, എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. അതുപോലെയുള്ള അത് ഭയങ്കര രസമുണ്ടായിരുന്നു. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും പെർഫോമൻസും പറയുകയാണെങ്കിൽ പങ്കജ് ത്രിപാഠിയുടെ DCP ഭവാനി സിംഗ്, അതുപോലെ ടിസ്ക ചോപ്ര അവതരിപ്പിച്ച റോഷ്നി ബത്ര, അതുകൂടാതെ കരിസ്മ കപൂറിന്റെ ഷഹനാസ് എന്ന നടി, സഞ്ജയ് കപൂറിന്റെ രൺവിജയ് സിംഗ് എന്ന ഒരു രാജ പരമ്പരയിലെ അവസാനത്തെ കണ്ണി, ഇവരൊക്കെയാണ്. ഒരു കിടിലൻ കാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പല പ്രതിഭകളെയും മര്യാദയ്ക്ക് ഉപയോഗിക്കാത്ത പോലെയും തോന്നി. ഇപ്പോൾ വിജയ് വർമ്മ അല്ലെങ്കിൽ ഡിംപിൾ കപാഡിയ തുടങ്ങിയവരെയൊക്കെ കാസ്റ്റ് ആക്കിയിരുന്നെങ്കിലും പേസ്റ്റ് ആക്കിയ കാസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. സാറ അലിഖാൻ ചില ഇമോഷണൽ ആൻഡ് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട ചില രംഗങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന പോലെ തോന്നി. പക്ഷെ നെപ്പോ കിഡ്സിന് അഭിനയിച്ച് പഠിക്കാൻ ഇനിയും ഇഷ്ടം പോലെ അവസരം കിട്ടുമല്ലോ, ശരിയായിക്കൊള്ളും. ലിനേഷ് ദേശായിയുടെ ക്യാമറ നല്ലതാണ്. അതുപോലെ സച്ചിൻ ജിഗറിന്റെ മ്യൂസിക്കും ഓക്കെ ആയിരുന്നു. നെഗറ്റീവ്സ് പറയാൻ പോവുകയാണെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ്, കുറെ കൊല ചെയ്യാനുള്ള മോട്ടിവേഷൻ, കുറെ സബ്പ്ലോട്ട്സ്, ചില സബ്പ്ലോട്ട്സ് ഒക്കെ ആണെങ്കിൽ കഥയിൽ ഒരാവശ്യവുമില്ലാത്തതായിട്ട് തോന്നി. പലപ്പോഴും മെയിൻ കേസിൽ നിന്നൊന്നും മാറി കുറെ ഉപകഥകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു അവിയൽ പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടെ കൂടെ ആ ഒരു പ്രണയകഥ അത് പലപ്പോഴും അസഹനീയമായിരുന്നു. ഇനി ഇതിലെല്ലാം ഉപരി പടം ഇമോഷണലി ഒട്ടും കണക്ട് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ നെഗറ്റീവ്സ് ഇനി പറഞ്ഞു പോയാൽ തീരുകയില്ല. മൊത്തത്തിൽ ഒന്ന് കണ്ടു മറക്കാവുന്ന, പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കണക്ട് ആവാത്ത ഒരു ബിലോ ആവറേജ് മിസ്റ്ററി ത്രില്ലറാണ് മർഡർ മുബാറക്. ഞാൻ ഇതിന് 2.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരാം. സോ ഡിപ്പെൻസ്. ഈ സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് വേർഷനുകളും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.